വെൽക്കം ടു ഇവാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഇവാസ് കിച്ചൺ സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് എത്തിച്ചേർന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ ഡിഷ് നമുക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് ഒന്ന് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ മൺചട്ടി തന്നെ ഉപയോഗിക്കുക. നമ്മുടെ ഈ ഡിഷിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ചക്കക്കുരു, കടുക്, ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, ഇഞ്ചി, വെളുത്തുള്ളി, 2 ഉള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, നാരങ്ങ, കറിവേപ്പില. ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് മുട്ട. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേപോലെ അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മളിവിടെ മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇത് ഹാഫായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ അളവ് എങ്ങനെ നോക്കണ്ടേന്ന് വെച്ചാൽ ചക്കക്കുരു മുങ്ങിക്കിടക്കണം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് അരമണിക്കൂർ നല്ലവണ്ണം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരുവിൻ്റെ 3/4 ഭാഗം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം നല്ലവണ്ണം പിടിച്ചതിന് ശേഷം ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് അത് ചൂടായതിന് ശേഷം അതിലേക്ക് 3/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഒരിക്കലും ഡീപ്പ് ഫ്രൈ ആവല്ല. ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. നമുക്കിനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കേണ്ട സമയമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ലോങ് ആയിട്ട് അരിഞ്ഞെടുക്കുക. ഇവിടെ കാണുന്ന പോലെ. ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി 1/4 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി ഇതും 1/4 ടീസ്പൂൺ. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രം എടുത്ത് അത് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മുട്ട 2 മുട്ട ഉപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് അടിച്ചിട്ട് ഇതേപോലെ നല്ല ബുർജി പോലെ ആക്കിയെടുക്കുക. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്ക്രാമ്പിൾഡ് എഗ്ഗൊക്കെ ചെയ്തില്ലേ, അതേപോലെ. ഇനി നമുക്ക് ചക്കക്കുരു നമ്മുടെ ഉള്ളിയും അതെല്ലാം മിക്സ് ചെയ്തെടുത്ത് ആ കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം.